നമസ്കാരം. ലോകമിന്ന് നിശബ്ദമായ ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. ഹുറൈൻ മുനമ്പിലും ഹോർമുസ് കടലിടുക്കിലും യുദ്ധക്കപ്പലുകൾ നിരക്കുമ്പോൾ ഭയപ്പെടുന്നത് വികസിത രാജ്യങ്ങളാണ്. എന്നാൽ 140 കോടി ഭാരതീയർക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 132ാമത് മൻ കി ബാത്തിലൂടെ എത്തിയത് ഒരു ഉറപ്പുമായിട്ടാണ്. ലോകം പ്രതിസന്ധിയിലാകുമ്പോഴും ഭാരതം തളരില്ല എന്ന മോദി ഗ്യാരണ്ടിയാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മളിപ്പോൾ നോക്കുന്നത് എങ്ങനെയാണ് BJP സർക്കാർ ഈ ഇന്ധന പ്രതിസന്ധിയെ മറികടക്കാൻ പോകുന്നതെന്നും ഭാരതം എങ്ങനെയാണ് ലോകത്തിന്റെ വിശ്വഗുരുവായി മാറുന്നത് എന്നുമാണ്. അമേരിക്കയും യൂറോപ്പും ഇന്ധന വില വർധനവിൽ പകച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ സുരക്ഷിതമാണ്. ഇതിനു പിന്നിൽ BJP സർക്കാരിന്റെ 3 പ്രധാന തന്ത്രങ്ങളുണ്ട്. ഒന്നാമതായി റഷ്യൻ എണ്ണയും മോദി മാജിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണുരുട്ടലുകൾക്ക് വഴങ്ങാതെ ദേശീയ താൽപര്യം മുൻനിർത്തി റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം വാങ്ങാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം ആഗോളതലത്തിൽ ചർച്ചയായിരുന്നു. വരും ദിവസങ്ങളിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായാൽ കൂടുതൽ ഡിസ്കൗണ്ടുകൾ നിരക്കിൽ എണ്ണ ലഭ്യമാകാൻ ഇന്ത്യ റഷ്യയുമായി പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ സാധ്യതയുമുണ്ട്. രണ്ടാമതായി ഗൾഫ് മേഖലയിലെ സ്വാധീനം. പ്രധാനമന്ത്രിക്ക് UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യക്തിപരമായ ബന്ധം ഇന്ധന വിതരണത്തിൽ ഇന്ത്യക്ക് മുൻഗണന നൽകുന്നു. ഗൾഫിലെ 1 കോടി പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇന്ധന ടാങ്കറുകൾക്ക് പ്രത്യേക സുരക്ഷാ പാതയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന സജ്ജമാണ്. മൂന്നാമതായി എഥനോൾ വിപ്ലവം. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്നതോടെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനും കർഷകർക്ക് കൂടുതൽ വരുമാനം നൽകാനും BJP സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ തുണയാകും. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറഞ്ഞത് BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയത്തിന്റെ അടയാളമാണ്. ആർട്ടിക്കിൾ 370 ശേഷമുള്ള കാശ്മീർ ഒരിക്കൽ ഭീകരവാദികളുടെ താവളമായിരുന്ന ലാൽ ചൗക്കിൽ ഇന്ന് വിനോദസഞ്ചാരികളുടെ തിരക്കാണ്. കല്ലേറുകൾക്ക് പകരം യുവാക്കൾ ഇന്ന് ക്രിക്കറ്റ് ബാറ്റ് ഏന്തുന്നു. ഗുൽമാർഗ് ഇന്ന് ലോകത്തിലെ തന്നെ മികച്ച ശീതകാല കായിക കേന്ദ്രമായി മാറിയിരിക്കുന്നു. അസ്മിത അത്ലറ്റിക് ലീഗ് വഴി ഗ്രാമീണ പെൺകുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം നൽകുന്നു. കാശ്മീരിലെ പെൺകുട്ടികൾ കായിക രംഗത്ത് മെഡലുകൾ നേടുന്നത് BJP സർക്കാരിന്റെ സാമൂഹിക മാറ്റത്തിന്റെ തെളിവാണ്. ഗ്യാൻ ഭാരതം സർവേ. മോദി സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി അടിച്ചമർത്തപ്പെട്ട ഭാരതീയ ജ്ഞാനത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. പുരാതന താളിയോലകളിലെ വിദ്യകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ ആയുർവേദം, യോഗ, ഗണിതം എന്നിവയിൽ ഭാരതം വീണ്ടും ലോകത്തെ നയിക്കും. നാഗാലാൻഡിലെ മോറങ് രീതി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച BJP സർക്കാർ അവിടുത്തെ പ്രാദേശിക സംസ്കാരങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം ആധുനിക വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നു. ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായി ഈ മേഖലകൾ ഇന്ത്യയുടെ പുതിയ വികസന കവാടങ്ങളാകും. പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഉപദേശങ്ങൾ ഒരു ജനതയുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് 100 ദിവസത്തെ കൗണ്ട്ഡൗൺ തുടങ്ങിയതോടെ ഭാരതീയ സംസ്കാരം വീണ്ടും ലോകത്തിന് മുന്നിലെത്തുന്നു. പഞ്ചസാരയും എണ്ണയും കുറയ്ക്കാൻ മോദി ആവശ്യപ്പെടുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് മോദി നയിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ പാവങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ ഉറപ്പാക്കിയ BJP സർക്കാർ ഇന്ന് ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ കാവലാളാണ്. വാരണാസിയിൽ 1 മണിക്കൂറിൽ 2.5 ലക്ഷം മരങ്ങൾ നട്ടത് BJP പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഐക്യത്തിന്റെ അടയാളമാണ്. അമൃത സരോവർ പദ്ധതി. രാജ്യത്തിലുടനീളം 70,000 ജലാശയങ്ങൾ. വേനൽ കടുക്കുമ്പോൾ ഗ്രാമങ്ങൾ തളരാതിരിക്കാൻ മോദി സർക്കാർ മുൻകൂട്ടി കണ്ട പദ്ധതിയാണിത്. വരും വർഷങ്ങളിൽ ഓരോ താലൂക്കിലും 100-ലധികം ജലാശയങ്ങൾ നിർമ്മിക്കാനുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള BJP സർക്കാർ നീങ്ങുന്നത്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലും യുദ്ധഭീതിയിലും നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഒരു പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്നു. BJP സർക്കാരിന്റെ ഓരോ പദ്ധതിയും ദരിദ്രർക്കും യുവാക്കൾക്കും കർഷകർക്കും വനിതകൾക്കും വേണ്ടിയുള്ളതാണ്. വരും മാസങ്ങളിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായാൽ പെട്രോളിന് ബദലായി ഹൈഡ്രജൻ ഫ്യൂവൽ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് വൻതോതിലുള്ള സബ്സിഡി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളും വരാനിരിക്കുന്ന വലിയൊരു ഇന്ധന ഭക്ഷ്യ പ്രതിസന്ധിയുടെ സൂചനയാണ്. ഈ സാഹചര്യത്തിൽ 140 കോടി ജനങ്ങളുള്ള ഒരു മഹാരാജ്യം എങ്ങനെ പതറാതെ നിൽക്കുന്നു എന്നത് ലോകത്തിന് തന്നെ അത്ഭുതമാണ്. മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുകൾ കൃത്യമായ കണക്കുകളുടെയും തന്ത്രങ്ങളുടെയും പിൻബലമുള്ളവയാണ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് ഒരു താൽക്കാലിക പരിഹാരമാണ്. എന്നാൽ മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ശാശ്വതമായ പരിഹാരമാണ്. ഇതിന്റെ ഭാഗമാണ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ചെങ്കടലിലും ഹോർമുസ് കടലിടുക്കിലും യുദ്ധം നടക്കുമ്പോൾ ലോകത്തെ ചരക്ക് നീക്കം തടസ്സപ്പെടുന്നു. ഇതിനെ മറികടക്കാൻ ഇന്ത്യ മുന്നോട്ട് വെച്ച മാസ്റ്റർ പ്ലാനാണ് ഈ സാമ്പത്തിക ഇടനാഴി. കടൽ മാർഗവും റെയിൽ മാർഗവും വഴി ഇന്ത്യയെ നേരിട്ട് യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി വരും വർഷങ്ങളിൽ ഭീഷണികളിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കും. ഇന്ധനം മാത്രമല്ല, പശ്ചിമേഷ്യയുമായുള്ള ബന്ധം കേവലം എണ്ണയ്ക്ക് വേണ്ടിയുള്ളതല്ല എന്ന് സൗദി അറേബ്യയും UAE-യുമായുള്ള നമ്മുടെ പുതിയ കരാറുകൾ തെളിയിക്കുന്നു.
ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ നിർമ്മിക്കാനും ഗ്രീൻ എനർജിയിൽ നിക്ഷേപം നടത്താനും ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയാണ് പ്രധാന പങ്കാളികളായി കാണുന്നത്. ഇന്ധനം കഴിഞ്ഞാൽ അടുത്ത ലോകയുദ്ധം നടക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് ചിപ്പുകൾക്ക് വേണ്ടിയാണ്. സ്മാർട്ട് ഫോൺ മുതൽ വിമാനം വരെ പ്രവർത്തിക്കാൻ ഈ സെമി കണ്ടക്ടറുകൾ വേണം. നിലവിൽ തായ്വാനും ചൈനയുമാണ് ഇതിൽ ആധിപത്യം പുലർത്തുന്നത്. അവിടെ ഒരു സംഘർഷമുണ്ടായാൽ ലോകത്തെ സാങ്കേതിക വിദ്യ സ്തംഭിക്കും. ഇവിടെയാണ് മോദിയുടെ ചാണക്യതന്ത്രം പ്രവർത്തിക്കുന്നത്. ഇന്ത്യ ഒരു ഗ്ലോബൽ സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റാൻ 76,000 കോടി രൂപയുടെ പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലും അസമിലും വമ്പൻ പ്ലാന്റുകൾ ഉയരുകയാണ്. വരും വർഷങ്ങളിൽ ലോകം ചിപ്പുകൾക്കായി ഇന്ത്യയെ ആശ്രയിക്കുന്ന കാലം വരും. നമ്മുടെ കാറുകൾക്കും ഫോണുകൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും വേണ്ട ചിപ്പുകൾ നമ്മൾ തന്നെ നിർമ്മിക്കുമ്പോൾ ആഗോള പ്രതിസന്ധികൾ ഇന്ത്യയെ ബാധിക്കില്ല. ലോകം ഉപരോധങ്ങൾ ഏർപ്പെടുത്തി രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം വഴി വെട്ടുകയാണ്. സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനത്തിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയപ്പോൾ ലോകം കരുതിയത് ഇന്ത്യയുടെ വ്യാപാരം തകരുമെന്നാണ്. എന്നാൽ UPIയും റുപേ കാർഡുകളും ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തം പേയ്മെന്റ് ഗേറ്റ്വേ സൃഷ്ടിച്ചു. ഇന്ന് 7ലധികം രാജ്യങ്ങളിൽ UPI വഴി ഇടപാടുകൾ നടത്താം. റഷ്യയുമായി സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ കാണിച്ച ആർജവം ആഗോള സാമ്പത്തിക രംഗത്തെ ഡോളർ മേധാവിത്വത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ലോകത്തെവിടെയും ഇടപാട് നടത്താൻ കഴിയുന്ന ഈ സാഹചര്യം ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. സൈബർ ആക്രമണങ്ങൾ നേരിടാൻ തദ്ദേശീയമായി നിർമ്മിച്ച മായ OS പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടി വരുന്നതോടെ ഇന്ത്യൻ ഡിജിറ്റൽ അതിർത്തികൾ സുരക്ഷിതമാകുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ രംഗം ഇന്ന് ISROയുടെ വാതിലുകൾ സ്വകാര്യ കമ്പനികൾക്കായി തുറന്നു കൊടുക്കുന്നതോടെ നൂറുകണക്കിന് യുവ സംരംഭകർ ഇന്ന് ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും നിർമ്മിക്കുന്നു. യുദ്ധകാലത്ത് GPS സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങൾ തടഞ്ഞാൽ നമുക്ക് സ്വന്തമായി നാവിക്കുണ്ട്. ഇത് ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ബഹിരാകാശത്ത് ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നത് വഴി കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനും കൃഷി മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയുന്നു. ലോകത്തെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന രാജ്യമെന്ന നിലയിൽ ബഹിരാകാശ വിപണിയിൽ ഇന്ത്യ ഇന്ന് ഒന്നാമതാണ്. ലോകം ആയുധങ്ങൾ നൽകി യുദ്ധം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇന്ത്യ ഭക്ഷണവും മരുന്നും നൽകി ലോകത്തെ രക്ഷിക്കുന്നു. യുക്രൈൻ യുദ്ധം മൂലം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി ഉണ്ടായപ്പോൾ ഇന്ത്യ ഗോതമ്പ് നൽകി സഹായിച്ചു. വാക്സിൻ മൈത്രി വഴി ദശലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിച്ച ഇന്ത്യയെ ലോകം എന്നൊരു പ്രശ്ന പരിഹാരകനായിട്ടാണ് കാണുന്നത്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് പുടിനോട് നേരിട്ട് പറയാൻ മോദിക്ക് കഴിയുന്നത് ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടക്കം ആവശ്യപ്പെടുന്നത് ഈ വിശ്വസ്തത കൊണ്ടാണ്. യോഗയും ആയുർവേദവും വഴി ആരോഗ്യ സമ്പത്തും സോളാർ അലയൻസ് വഴി പരിസ്ഥിതി രംഗത്തും ഇന്ത്യ ലോകത്തെ നയിക്കുന്നു. പ്രധാനമന്ത്രി തന്റെ 132ാമത് മൻ കി ബാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള പാതയിലെ നാഴികക്കല്ലുകളാണ്. ആഗോള ഇന്ധന വില വർദ്ധിച്ചാലും ആഭ്യന്തരമായി നാം നേരിടുന്ന വെല്ലുവിളികൾ കഠിനമായാലും 140 കോടി ജനങ്ങളുടെ ഐക്യവും സർക്കാരിന്റെ ദീർഘവീക്ഷണവും ഇന്ത്യയെ മുന്നോട്ട് നയിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഹൈഡ്രജൻ ട്രെയിനുകളും ഇലക്ട്രിക് വിപ്ലവവും ഡിജിറ്റൽ പണമിടപാടുകളും എല്ലാം തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. ലോകം പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ ഭാരതം പ്രത്യാശയുടെ പ്രകാശ ഗോപുരമായി നിലനിൽക്കുന്നു. മോദി ഗ്യാരണ്ടി എന്നത് ഒരു ഭാരതീയന്റെ ആത്മവിശ്വാസമാണ്. ഒരു പുതിയ ലോകക്രമം പിറക്കുകയാണ്. വരും തലമുറ ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക ഭാരതത്തിന്റെ സുവർണകാലം എന്നായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുന്നത് നാം ഉടൻ കാണും. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 140 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും ഭാരതത്തെ തടയാനാവില്ല. മോദി ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.